നമസ്കാരം. വെൽക്കം ടു വോക്കാസ്പീഡിയ. ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിൽ സൈക്ലോൺസ് ചുഴലിക്കാറ്റുകൾ എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ എല്ലാ പരീക്ഷയിലും ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. സ്ഥിരമായി ഡയറക്റ്റും സ്റ്റേറ്റ്മെന്റും ചോദ്യങ്ങൾ വരാറുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഏഷ്യ പസഫിക് റീജിയനിലെ 2025 പ്രധാന സൈക്ലോൺസിനെ കുറിച്ചും ഒപ്പം തന്നെ ലോകത്തെ വീശിയടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകളെ കുറിച്ചുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, കൃത്യമായി പഠിക്കുക. ഇപ്പൊ 2025 പ്രത്യേകത, ഏതാണ്ട് 2025 സെപ്റ്റംബർ വരെ സൈക്ലോൺസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് ഒക്ടോബർ നവംബർ മാസങ്ങളായിട്ടാണ് ഫസ്റ്റ് സൈക്ലോൺസ് വന്നു തുടങ്ങിയത്. സോ ഫസ്റ്റ് ശക്തി, ആദ്യത്തെ ഒരു സൈക്ലോണിന്റെ പേരാണ് ശക്തി. 2025 ഒക്ടോബറിലാണത് വീശിയടിക്കുന്നത്. രൂപം കൊണ്ടത് അറബിക്കടലിലാണ്. അപ്പോൾ 2025 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഇത് ശക്തി. 2025 ഒക്ടോബറിൽ അറബിക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഇത് ശക്തി. പേര് നൽകിയ രാജ്യം ശ്രീലങ്ക. ഏത് രാജ്യമാണ് പേര് നൽകിയത്? ശ്രീലങ്ക. ശക്തി അഥവാ ഊർജം എന്നാണ് വാക്കിന്റെ അർത്ഥം. ശക്തി അഥവാ ഊർജം എന്നാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. ശക്തി എന്ന വാക്കിന്റെ അർത്ഥം തമിഴ് ഇത് വെച്ചിട്ടാണ്. ഇനി അപ്പൊ അറബിക്കടലിലാണ് രൂപം കൊണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, ഇന്ത്യയുടെ ഈ റീജിയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറബിക്കടൽ രൂപം കൊള്ളുമ്പോൾ ഈ ഭാഗത്താണ് പ്രധാനമായിട്ടും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. സോ ഏറ്റവും കൂടുതൽ ബാധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഏറ്റവും കൂടുതൽ ബാധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുമ്പോൾ ഇത്രയും പോയിന്റ്സ് ഓപ്ഷനകത്തിൽ വരാം. അപ്പോൾ 2025 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഇത് ശക്തി. 2025 ഒക്ടോബറിൽ അറബിക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ശക്തി. പേര് നൽകിയ രാജ്യം ശ്രീലങ്ക. പേര് നൽകിയ രാജ്യം ശ്രീലങ്ക. അർത്ഥം ശക്തി അഥവാ ഊർജം. ഏറ്റവും കൂടുതൽ ബാധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ ബാധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ക്ലിയർ ആണല്ലോ. ഇനി ശ്രദ്ധിച്ചോണം, സെയിം 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോന്ത. മോന്ത എന്നാണ് ഇതിന്റെ പേര് കേട്ടോ, MONTA. നമ്മുടെ ചില TV ചാനലൊക്കെ മൊന്ത ചുഴലിക്കാറ്റ് വരുന്നു എന്നൊക്കെ വാർത്തയുണ്ടായിരുന്നു. ഇത് മോന്ത ആണ്, MONTA, മോന്ത ചുഴലിക്കാറ്റ്. അപ്പൊ ശ്രദ്ധിച്ചോണം, 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ്. അപ്പൊ 2025 ഒക്ടോബറിലാണ് ശക്തി അറബിക്കടലിലും മോന്ത ബംഗാൾ ഉൾക്കടലും. ഇത് പറയാൻ കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് എന്ന്. ഓപ്ഷൻ അതിൽ ഈ പറഞ്ഞ ശക്തിയും കാണും, മോന്തയും കാണും. അപ്പോൾ അറബിക്കടൽ രൂപം കൊണ്ടതാണ് ശക്തി, അതേപോലെ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ടത് മോന്തയാണ്. രണ്ടും 2025 ഒക്ടോബറിലാണ്. ഓക്കെ. ഇനി പേര് നൽകിയ രാജ്യം തായ്ലൻഡ് ആണ്. മോന്ത ചുഴലിക്കാറ്റ് എളുപ്പമല്ലേ? മോന്ത തായ്ലൻഡ്. മോന്ത തായ്ലൻഡ്. സുഗന്ധമുള്ള അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. സുഗന്ധമുള്ള അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇത് വീശിയടിച്ച ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയ എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. കാരണം ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത്. അപ്പൊ ഈ പറഞ്ഞ റീജിയനിലാണ് ഇത് വീശിയടിച്ച്. ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിയത്. അപ്പൊ ക്ലിയർ ആണല്ലോ. 2025 ഒക്ടോബറിൽ 2 ചുഴലിക്കാറ്റുകൾ. അറബിക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഇത് ശക്തി. അത് പേര് നൽകിയത് ശ്രീലങ്കയാണ്. പവർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പ്രധാനമായിട്ടും ഇന്ത്യയിൽ നാശനഷ്ടം ഉണ്ടാക്കിയത് ഗുജറാത്തിലാണ്. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഇത് മോന്ത ചുഴലിക്കാറ്റ്. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോന്ത ചുഴലിക്കാറ്റ്. പേര് നൽകിയ തായ്ലൻഡ് ആണ്. സുഗന്ധമുള്ള അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നാണ് വാക്കിന്റെ അർത്ഥം. പ്രധാനമായി നാശനഷ്ടം ഉണ്ടാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ഇത് രണ്ടും ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് ശ്രദ്ധിച്ചോണം, 2025 നവംബറിൽ ബംഗാൾ ഉൾക്കടലെ മലാല കടലിലേക്ക് രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് സെന്യാർ ചുഴലിക്കാറ്റ്. സെന്യാർ ചുഴലിക്കാറ്റ്. ഇപ്പൊ ഒക്ടോബർ 2 നവംബറിൽ വന്നു. ബംഗാൾ ഉൾക്കടൽ തന്നെയാണ്. 2025 നവംബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? സെന്യാർ ചുഴലിക്കാറ്റ്. 2025 നവംബറിൽ ബംഗാൾ ഉൾക്കടലെ മലാല കടലിലേക്ക് രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് സെന്യാർ ചുഴലിക്കാറ്റ്. സെന്യാർ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് UAE ആണ്. ഏത് രാജ്യമാണ് പേര് നൽകിയത്? UAE ആണ് പേര് നൽകിയത്. സിംഹം എന്നാണ് വാക്കിന്റെ അർത്ഥം. പ്രധാനമായിട്ട് ഇത് ബാധിച്ചത് ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങളിലാണ്. ഇന്ത്യ റീജിയനിലേക്ക് അധികം പ്രശ്നം ഉണ്ടാക്കിയില്ല. അപ്പോൾ 2025 നവംബറിൽ
ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് സെന്യാർ ചുഴലിക്കാറ്റ്. പേര് നൽകിയ രാജ്യം ഏതാണ്? UAE. സെന്യാർ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? UAE. അർത്ഥം എന്താണ്? സിംഹം. എന്താണ് അർത്ഥം? സിംഹം. ബാധിച്ച രാജ്യങ്ങൾ ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ. ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങളെയാണ് പ്രധാനമായിട്ട് ഇത് ബാധിച്ചത്. അപ്പോൾ സെന്യാർ ചുഴലിക്കാറ്റും ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിലെ മലാല കടലിടുക്കിലാണ്. എന്ന് ഫോം ചെയ്തു? 2025 നവംബറിൽ. ഏത് രാജ്യമാണ് പേര് നൽകിയത്? UAE. എന്താണ് അതിന്റെ അർത്ഥം? സിംഹം. ബാധിച്ച രാജ്യങ്ങൾ ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ. ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ. ഇനി അടുത്തത് ദിത്വ ചുഴലിക്കാറ്റ് 2025 നവംബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ടു. അപ്പോൾ ശ്രദ്ധിച്ചോണം, 4 സൈക്ലോൺസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ശക്തി, മോന്ത, സെന്യാർ, ദിത്വ. ഈ 4 ഓപ്ഷൻ ആദ്യം തന്നിട്ട് താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്ത എന്ന് ചോദിക്കും. അപ്പൊ ഈ 4ഉം 2025 നമുക്ക് മനസ്സിലായി. 3 ബംഗാൾ ഉൾക്കടലും 1 അറബിക്കടലും. കൂട്ടത്തിൽ പെടാത്ത ഏതാണെന്ന് ചോദിച്ചാലും മതി. അതല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊള്ളാത്ത ചുഴലിക്കാറ്റ് എന്ന് ചോദിക്കാം. മനസ്സിലായല്ലോ? ആ ഒരു ഓപ്ഷൻ മനസ്സിൽ വെച്ചോണം. അപ്പം ശക്തി ഒഴിച്ച് ബാക്കി 3 ബംഗാൾ ഉൾക്കടലാണ് രൂപം കൊണ്ടത്. സെന്യാറും ദിത്വയും 2025 നവംബറിൽ, മറ്റു 2025 ഒക്ടോബറിൽ. ഓക്കെ. അപ്പോൾ ദിത്വ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് എന്നാണ്? 2025 നവംബർ. ദിത്വ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് എന്നാണ്? 2025 നവംബർ. എവിടെയാണ് രൂപം കൊണ്ടത്? ബംഗാൾ ഉൾക്കടൽ. ബംഗാൾ ഉൾക്കടൽ. പേര് നൽകിയ രാജ്യം യമൻ. പേര് നൽകിയ രാജ്യം ഏതാണ്? യമൻ. അതൊരു ലഗൂൺ, ഒരു ജലാശയത്തിന്റെ പേരാണ്. സെക്കോത്ര ദ്വീപ സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന പാരിസ്ഥിതികമായി പ്രാധാന്യമുള്ള ഒരു തീരദേശ ജലാശയത്തിന്റെ പേരാണ്, ലഗൂണിന്റെ പേരാണ് ഈ ദിത്വ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ജലാശയത്തിന്റെ പേരാണ് എന്നൊരു അർത്ഥത്തിൽ വേണം ദിത്വ ഓർത്തിരിക്കാൻ കേട്ടോ. നമ്മൾ ബാക്കിയെല്ലാത്തിന്റെ അർത്ഥം പഠിച്ചിട്ട് ഇതൊരു ജലാശയത്തിന്റെ പേരാണ്. അപ്പൊ ഈ ദിത്വ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്തിയത് ശ്രീലങ്കയിലാണ്. അത് നല്ല സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. ദിത്വ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്തിയ ഏത് രാജ്യത്താണ്? ശ്രീലങ്കയിലാണ്. അപ്പോൾ ഏറ്റവും സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഓൾറെഡി ഇത് ചോദിച്ചതാണ്. ഈ ദിത്വ ചുഴലിക്കാറ്റ് നാശനഷ്ടം വിതച്ച ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ദിത്വ ചുഴലിക്കാറ്റ് നാശനഷ്ടം വിതച്ച ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണെന്ത്? ഓപ്പറേഷൻ സാഗർ ബന്ധു. ഓപ്പറേഷൻ സാഗർ ബന്ധു. ഇനി ഈ ദിത്വ ചുഴലിക്കാറ്റ് ഇന്ത്യയിൽ പ്രശ്നമുണ്ടാക്കി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 2025 നവംബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ദിത്വ ചുഴലിക്കാറ്റ്. പേര് നൽകിയ രാജ്യം യമൻ. അർത്ഥം സെക്കോത്ര ദ്വീപ സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു തീരദേശ ജലാശയം, ഒരു ലഗൂണിന്റെ പേരാണ് ഇത്. കൂടുതൽ ബാധിച്ച രാജ്യം ശ്രീലങ്കയാണ്. ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. എന്താണ് അതിന്റെ പേര്? ഓപ്പറേഷൻ സാഗർ ബന്ധു എന്നാണ്. പിന്നെ ഈ ഒരു ദിത്വ ചുഴലിക്കാറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ എവിടെയാണ്? തമിഴ്നാട്, പുതുച്ചേരി പ്രദേശങ്ങളിലാണ്. അപ്പൊ 4 സൈക്ലോൺസ്. ക്ലിയർ ആണല്ലോ? വൃത്തിയായിട്ട് പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും. 2025 ഒക്ടോബറിൽ അറബിക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ശക്തി. പേര് നൽകിയത് ശ്രീലങ്ക. അർത്ഥം പവർ അല്ലെങ്കിൽ ശക്തി എന്ന് തന്നെയാണ്. നാശനഷ്ടം ഉണ്ടാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോന്ത. പേര് നൽകിയത് തായ്ലൻഡ്. സുഗന്ധമുള്ള അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ഇനി 2025 നവംബറിൽ ബംഗാൾ ഉൾക്കടലിലെ മലാല കടലിലേക്ക് രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് സെന്യാർ ചുഴലിക്കാറ്റ്. പേര് നൽകിയത് UAE ആണ്. സിംഹം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങളെയാണ് പ്രധാനമായിട്ട് സെന്യാർ ബാധിച്ചത്. 2025 നവംബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ദിത്വ ചുഴലിക്കാറ്റ്. പേര് നൽകിയത് യമനാണ്. ഒരു ജലാശയത്തിന്റെ പേരാണത്. കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയത് ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഇന്ത്യയിൽ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമാണ്. ഈ 4 ക്ലിയർ ആണല്ലോ? പക്ക പഠിക്കുക. ജിയോഗ്രഫിയിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു മാർക്ക് ഉറപ്പാണ്. ഇനി 2025 ലോകത്തുണ്ടായ മറ്റ് പ്രധാന ചുഴലിക്കാറ്റുകളാണ്. ജസ്റ്റ് ഇതിന്റെ ഒരു പേരൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. 2025 ജനുവരിയിൽ അയർലൻഡിൽ നാശനഷ്ടം ഉണ്ടാക്കിയ ഒരു ചുഴലിക്കാറ്റായിരുന്നു എവോയിൻ എന്നാണ് അതിന്റെ പേര്. എവോയിൻ അയർലൻഡിലാണ്. 2025 ജനുവരിയിലാണ്. പേരൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. എവോയിൻ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് അയർലൻഡ് നാശനഷ്ടം ഉണ്ടാക്കി. ശേഷം ഫെബ്രുവരിയിലേക്ക് വന്നാൽ ഗാരൻസ് ഫ്രാൻസിലാണ്. NS ഫ്രാൻസ്.
അപ്പൊ എവോയൻ അയർലൻഡ്. ഗാരൻസ്, അപ്പൊ അവസാനത്തെ NS ചേർത്താൽ മതി, ഫ്രാൻസ്. ഇനി അടുത്ത് വിഭ ചുഴലിക്കാറ്റ് 2025 ജൂലൈയിലാണ്. ചൈന, ദക്ഷിണ കൊറിയ, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, ഹോങ്കോങ് ഇവിടെ എല്ലാം പ്രശ്നം ഉണ്ടാക്കിയ ഒരു ചുഴലിക്കാറ്റാണ് വിഭ ചുഴലിക്കാറ്റ്. ആദ്യം ഈ മൂന്നെണ്ണം ആലോചിച്ച് നോക്കി. എവോയൻ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഏത് രാജ്യത്തെയാണ് ബാധിച്ചത്? അയർലൻഡ്. ഗാരൻസ് ഏത് രാജ്യത്തെ ബാധിച്ചു? ഫ്രാൻസ്. ഏത് രാജ്യത്തെ ബാധിച്ചു? ഫ്രാൻസ്. വിഭ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് അത് 2025 ജൂലൈയിലാണ്. ചൈന, ദക്ഷിണ കൊറിയ, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, ഹോങ്കോങ്. പിന്നെ അടുത്തത് കൊമേയി, അതും ചൈനയാണ്. 2025 ജൂലൈയിൽ തന്നെയായിരുന്നു. അപ്പൊ വിഭയും അതേപോലെ കൊമോയും പ്രധാനമായിട്ടും ചൈനയാണ് എഫക്ട് ചെയ്തത്. നെക്സ്റ്റ് ഫ്ലോറിസ് ബ്രിട്ടൻ. ഫ്ലോറിൻസ് നൈറ്റിംഗേൾ എന്നൊക്കെ കേട്ടില്ലേ? ഫ്ലോറിസ് ബ്രിട്ടൻ. ഇനി എറിൻ, കേപ്പ് വെർഡെ ആണ് പ്രധാനമായിട്ട് ഇത് ബാധിച്ചത്. എറിൻ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്. ഇനി കാജിക്കി, അതും ചൈനയും ഫിലിപ്പൈൻസിനെയാണ് ബാധിച്ചത്. തപ മിറ്റാഗ്, ചൈന. ചൈനയെ സംബന്ധിച്ച് ഒരുപാട് ചുഴലിക്കാറ്റുകൾ ഉണ്ടായിരുന്നു. വിഭ ചൈനയിൽ പ്രശ്നം ഉണ്ടാക്കി, കൊമൈ ചൈനയിൽ പ്രശ്നം ഉണ്ടാക്കി, തപയും മിറ്റ്നാഗും ചൈനയിലാണ് പ്രശ്നം ഉണ്ടാക്കിയത്. കാജിക്കി ചുഴലിക്കാറ്റും ചൈനയിലാണ്. ഇതില് എല്ലാവരും പേര് കേൾക്കാൻ സാധ്യതയുള്ളെങ്കിൽ അത്യാവശ്യം ഒരു വലിയ വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു കാജിക്കി ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. പിന്നെ ബുവറോയി ചുഴലിക്കാറ്റ് വിയറ്റ്നാമിലാണ് പ്രശ്നം ഉണ്ടാക്കിയത്. 2025 സെപ്റ്റംബറിലാണ്. അതൊന്നും മാസം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പ്രധാനമായിട്ട് രാജ്യത്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി മാറ്റ്മോ ചുഴലിക്കാറ്റ്, അതും ചൈനയിലാണ് നാശം ഉണ്ടാക്കിയത്. ഹലോങ് ചുഴലിക്കാറ്റ് അമേരിക്കയിലെ അലാസ്കയിലാണ് ചുഴലിക്കാറ്റ്. അത് ശ്രദ്ധിച്ചോണം കേട്ടോ. ഹലോങ് അമേരിക്ക, അലാസ്ക. മെലീസ എന്ന പേര് എല്ലാവർക്കും കോമൺ ആണ്. കരീബിയൻ മേഖലയിലാണ്, പ്രത്യേകിച്ച് ക്യൂബ, ജമൈക്ക, ഹെയ്ത്തി എന്നീ രാജ്യങ്ങളൊക്കെയാണ് നാശനഷ്ടം ഉണ്ടാക്കിയത്. മെലീസ കരീബിയൻ മേഖലയിലാണ്. ഇനി ഷെങ്ഹൻ ചുഴലിക്കാറ്റ്, നമ്മൾ ഷെങ്ഹാൻ എന്നൊക്കെ പറഞ്ഞ് വാർത്ത കേട്ടതാണ്, ഫിലിപ്പൈൻസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വാർത്താ പ്രാധാന്യം നേടിയത് ഒന്ന് കാജിക്കി, അതേപോലെ ഹാലോങ് ചുഴലിക്കാറ്റ്, പിന്നെ ഫെങ്ഷൻ ചുഴലിക്കാറ്റ്. ഫങ്ഷൻ അത് ഫിലിപ്പൈൻസ്. കൽമേഗി, അത് അത്യാവശ്യം വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു. ഫിലിപ്പൈൻസും വിയറ്റ്നാമുമാണ്. അതേപോലെ ഫങ്നോഹ്, അതും ഫിലിപ്പൈൻസ് ആണ്. അപ്പൊ ഫെങ്ഷൻ, കൽമേഗി, അതേപോലെ ഫ്നങ്ബോങ് ഇതെല്ലാം എവിടെയാണ്? ഫിലിപ്പൈൻസിലാണ് നാശനഷ്ടം ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതിനൊക്കെ സൈക്ലോൺസ് ഉണ്ട്. അത്യാവശ്യം ഈ രാജ്യത്താണ്, നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ ഫെങ്ഷൻ ചുഴലിക്കാറ്റ് അത്യാവശ്യം വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു ഫിലിപ്പൈൻസ്. അതേപോലെ ഹാലോങ് ചുഴലിക്കാറ്റ് അമേരിക്കയിൽ അത്യാവശ്യം വാർത്താ പ്രാധാന്യം നേടിയാണ്. കാജിക്കി ചൈന. ഈ മൂന്നെണ്ണം എല്ലാവരും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ബാക്കിയൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. എവോയിൻ ചുഴലിക്കാറ്റ് അയർലൻഡ്. എവോയിൻ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് എവിടെയാണ്? അയർലൻഡ്. ഗാരൻസ്, ഞാൻ പേര് പറഞ്ഞു, ഫ്രാൻസ്. വിഭയാവ് ചൈന, ദക്ഷിണ കൊറിയ ആ റീജിയനിലൊക്കെയാണ്. കൊമോയി ചൈനയാണ്. ഫ്ലോറിസ് ബ്രിട്ടൻ ആണ്. എറിൻ കേപ്പ് വെർഡെ ആണ്. കാജിക്ക് ഞാൻ പറഞ്ഞു പ്രാധാന്യമുള്ള ചൈനയും ഫിലിപ്പൈൻസുമാണ്. തപ മിറ്റ്നാഗ് ചൈനയാണ്. അതുപോലെ ബുവറലോയി വിയറ്റ്നാമിലാണ്. റാഗസ ചൈന, തായ്ലാന്റ്, ഫിലിപ്പൈൻസിലാണ് റാഗസയും. മാറ്റ്മോ ചൈനയിലാണ്. അലോങ് അത് അമേരിക്കയിലെ അലാസ്കയിലാണ്, അത് പ്രാധാന്യമുള്ളതാണ്. മിലീസ അത് പ്രാധാന്യമുള്ളതാണ്, കരീബിയൻ ദ്വീപിലാണ്. ഫെങ്ഷൻ പ്രാധാന്യമാണ് ഫിലിപ്പൈൻസ്. കൽമേഗി പ്രാധാന്യമാണ് ഫിലിപ്പൈൻസ്, വിയറ്റ്നാം. അതേപോലെ ഫെങ്നോഗും ഫിലിപ്പൈൻസ്. അപ്പൊ ഇത് രാജ്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഒരു 3-4 ചുഴലിക്കാറ്റുകളുടെ പേര് ഒരുമിച്ചെടുത്ത്, ഇപ്പൊ ഫെങ്ഷൻ, കൽമേഗി, അതുപോലെ ഫെങ്നോങ്, ഫിലിപ്പൈൻസ്. ചൈനയിലുള്ള ഒരുമിച്ചൊന്ന് പഠിക്കുക. പിന്നെ അമേരിക്കയിലുള്ള ഒരെണ്ണത്തിന്റെ പേര്, ഫ്രാൻസിലുള്ള ഒരെണ്ണത്തിന്റെ പേര്, അയർലൻഡിലുള്ള ഒരെണ്ണത്തിന്റെ പേര്, അങ്ങനെ വേർതിരിച്ച് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കേണ്ട ഒരു ഭാഗമാണ്. ഒരു പക്ഷേ ടഫായിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടുന്ന് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ എവോയിൻ ചുഴലിക്കാറ്റ് എവിടെയാണ്? അയർലൻഡ്. ഗാരൻസ് ചുഴലിക്കാറ്റ് എവിടെയാണ്? ഫ്രാൻസ്. വിഭ എവിടെയാണ്? ചൈന, ദക്ഷിണ കൊറിയ, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം. കുമോയി എവിടെയാണ്? ചൈന. ഫ്ലോറിസ് എവിടെയാണ്? ബ്രിട്ടൻ. എറിൻ എവിടെയാണ്? കേപ്പ് വെർഡെ. കാജിക്കി ചൈന, ഫിലിപ്പൈൻസ്. തപ മിറ്റാങ് ചൈന. ബുറോയി എവിടെയാണ്? അത് വിയറ്റ്നാമിലാണ്. റാഗസ ചൈന, തായ്ലാന്റ്, ഫിലിപ്പൈൻസ് ആണ്. മാറ്റ്മോ ചൈനയാണ്. ഹാലോങ് ഇമ്പോർട്ടന്റ് ആണ്, അമേരിക്കയിലെ അലാസ്കയിലാണ്. മെലിസ് ഇമ്പോർട്ടന്റ് ആണ്, കരീബിയൻ റീജിയനിലാണ്. ഫെങ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഫിലിപ്പൈൻസ്. കൽമേഗി ഇമ്പോർട്ടന്റ് ആണ്, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം. അതേപോലെ ഫെങ്ഡോങ്ങും ഫിലിപ്പൈൻസിലാണ്. ഇതും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇനി ചുഴലിക്കാറ്റിന് പേര് നൽകുന്ന രീതി. വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് 2024 സെപ്റ്റംബർ മുതലാണ് ആരംഭിച്ചത്. അപ്പൊ ഈ ഒരു രീതി എന്ന് മുതലാണ് ആരംഭിച്ചത്? 2024 സെപ്റ്റംബർ മുതലാണ് ഈ ഒരു രീതി നമ്മൾ ആരംഭിച്ചത്.
2024 സെപ്റ്റംബർ മുതൽ. ശ്രദ്ധിച്ചോണം, വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് 2004 സെപ്റ്റംബർ മുതൽ ആരംഭിച്ചു. എന്ന് മുതൽ ആരംഭിച്ചു? 2004 സെപ്റ്റംബർ മുതൽ ആരംഭിച്ചു. WMO/ESCAP, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ പസഫിക്, അതായത് ഏഷ്യ പസഫിക് റീജിയനിലെ ചുഴലിക്കാറ്റുകാർക്കാണ് ഈ ഒരു സംഘടന, അതായത് WMO/ESCAP എന്ന് പറയുന്ന സംഘടന പേര് നൽകുന്നത്. അപ്പൊ ഇത് ഇവരുടെ തയ്യാറാക്കിയ പട്ടിക പ്രകാരമാണ്. അതിൽ 13 രാജ്യങ്ങളാണ്. ഫസ്റ്റ് ബംഗ്ലാദേശ്, ഇന്ത്യ, ഈ ആൽഫബറ്റിക് ഓർഡറിലാണ്. ഇറാൻ, മാലദ്വീപ്, മ്യാൻമർ, ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, ശ്രീലങ്ക, തായ്ലൻഡ്, UAE, യമൻ. നമ്മളിപ്പോ UAE സെന്നാർ ചുഴലിക്കാറ്റിന് പേര് കൊടുത്ത് പഠിച്ചു. കണ്ടില്ല ആ ഓർഡർ ശക്തിയായപ്പോ ശ്രീലങ്ക പേര് കൊടുത്തു. അതിനുശേഷം ഏത് വന്നു? മോന്ത വന്നു. തായ്ലൻഡ് പേര് കൊടുത്തു. അതിനുശേഷം സെന്യാർ വന്നു. UAE പേര് കൊടുത്തു. അതിനുശേഷം ഈ പറഞ്ഞ ദിത്തോ വന്നു. യമൻ പേര് കൊടുത്തു. ഇനി അടുത്ത ആരായിരിക്കും പേര് കൊടുക്കുന്നത്? ബംഗ്ലാദേശ്. അത് കഴിഞ്ഞ് ഇന്ത്യ. അപ്പൊ അടുത്ത വരാൻ പോകുന്ന ചുഴലിക്കാറ്റുകൾക്കുള്ള പേര് ഇപ്പോഴേ പറഞ്ഞുതരാം. അടുത്ത വരുന്നത് ബംഗ്ലാദേശ് വെച്ചിരിക്കുന്ന പേര് അർണാബ് എന്നാണ്. ഇന്ത്യ ആണെങ്കിൽ മുറാസു എന്ന പേരാണ്. അപ്പൊ അടുത്ത വരാൻ പോകുന്ന ചുഴലിക്കാറ്റിന്റെ ആദ്യത്തെ പേര് അർണാബ് എന്നായിരിക്കും പേര് നൽകുക. ബംഗ്ലാദേശ് ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം വരുന്നതിന് ഇന്ത്യയാണ് പേര് നൽകുന്നത്. മുറാസു എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ബംഗ്ലാദേശ്, ഇന്ത്യ, ഇറാൻ, മാലദ്വീപ്, മ്യാൻമർ, ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, ശ്രീലങ്ക, തായ്ലൻഡ്, UAE, യമൻ, ഇങ്ങനെ 13 രാജ്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച പട്ടികയിൽ നിന്നുള്ള പേരുകളാണ് ഈ ചുഴലിക്കാറ്റുകൾക്ക് നൽകുന്നത്. അപ്പൊ അടുത്ത വരാൻ പോകുന്നത് അർണാബ്, അത് ബംഗ്ലാദേശ് പേര് നൽകും. അതിനുശേഷം ഇന്ത്യയാണ് പേര് നൽകുന്നത്. മുറാസു എന്ന പേരാണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ 2004 സെപ്റ്റംബർ മുതൽ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ പസഫിക് എന്ന് പറയുന്ന സംഘടനയാണ് ഈ ഒരു മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന പേര് ലിസ്റ്റിൽ നിന്ന് ഈ പേരുകൾ നൽകുന്നത്. കവചം, ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയ സംസ്ഥാനമാണ് കേരളം. ആ ഒരു സംവിധാനത്തിന്, അതായത് കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് എന്ത്? കവചം. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച സമഗ്ര മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേരാണ് എന്ത്? കവചം. കവചം ഉദ്ഘാടനം ചെയ്ത 2025 ജനുവരി 1-നാണ്. എന്നാണ് ഉദ്ഘാടനം ചെയ്ത 2025 ജനുവരി 1-നാണ്. അത് ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഈ ഒരു മുന്നറിയിപ്പ് സംവിധാനം കൊണ്ടുവന്ന കേരളമാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോക ബാങ്ക് എന്നിവയുടെ സഹായത്തോടെയാണ് ഈ കവചം തയ്യാറാക്കിയിരിക്കുന്നത്. ആരുടെയൊക്കെ സഹായത്തോടെയാണ്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, അതേപോലെ ലോക ബാങ്ക്. തീരദേശ സംസ്ഥാനങ്ങളിലെ ചുഴലിക്കാറ്റ് അപകട സാധ്യത ലഘൂകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ലോക ബാങ്ക് സഹായത്തോടെയുള്ള പദ്ധതിയാണ് നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പ്രോജക്റ്റ്, NCRMP അഥവാ ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതി. NCRMP, നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പ്രോജക്റ്റ്, നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പ്രോജക്റ്റ് അഥവാ ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതി. അപ്പോൾ ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയ സംസ്ഥാനം കേരളം. കവചം ഉദ്ഘാടനം ചെയ്ത 2025 ജനുവരി 1. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച സമഗ്ര മുന്നറിയിപ്പ് സംവിധാനം കവചം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോക ബാങ്ക് എന്നിവയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്നു. തീരദേശ സംസ്ഥാനങ്ങളിലെ ചുഴലിക്കാറ്റ് അപകട സാധ്യത ലഘൂകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ലോക ബാങ്ക് സഹായത്തോടെയുള്ള പദ്ധതിയാണ് നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പ്രോജക്റ്റ്, NCRMP, ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതി. അപ്പൊ കവചവും ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നമുക്കറിയാം ഓരോ സബ്ജക്റ്റിലും നമുക്ക് കറണ്ട് അഫയേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കണം. അതിൽ ജോഗ്രഫിയിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത്. കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.